ഞാൻ ഒരാൾക്ക് ഒരു ദിവസം പോത്ത് കൊടുത്തിട്ട് ഞാൻ ഭാര്യനെ കൊണ്ട് വെപ്പിച്ചു. ഇന്നും ആ ഭാര്യ ആളൊന്നും ഞാൻ അല്ലല്ല, പണ്ടല്ല ഇപ്പോഴും. ആരെ സ്വന്തം ആള് എത്ര കിലോ ഉണ്ടാവുന്ന വെച്ചാൽ 200 കിലോ ഇങ്ങനെ വയറിലുണ്ടാവുന്ന പറഞ്ഞു. കഴിച്ച് പറഞ്ഞേക്കെ. അപ്പൊ ചോദിച്ചു അതുണ്ടാവുമെന്ന് ചോദിച്ചു. ആ വാരിൽ ഇന്ന് അയാളെ പിടിച്ചിൽ ഇന്നും ഉണ്ടാവും. ആ വാരില് അതാണ് കുഞ്ഞിക്കോയ, മനസ്സിലാക്കി. ആ വാരില് കുഞ്ഞിക്കോയ ഇങ്ങനെ കയറ്റി കയറ്റി പറയണ്ടെങ്കിൽ ഇങ്ങനെ കയറ്റി കയറ്റി പറഞ്ഞെങ്കിൽ പിന്നെ കുടുങ്ങുന്നത്. 500 പിന്നെയും കൂടി. അപ്പൊ ഇതൊക്കെ എനക്ക് കയറുകയാണ്. ഒരു കച്ചവടം നടന്നോട്ടെ. എടാ ഇത് ഉക്കടാ, അത് ശരി ചേടപ്പൈക്കന്മാരെ. ഇതാ ഈ പോത്തുകുട്ടി ഉക്കടാ അജ്ജ പറയണ കായിന്. ഇത് ഉടച്ചതും പിടിച്ചതൊന്നും അല്ലടാ, അതിന്റെ ചെവിന്റെ നീളം കണ്ടിട്ട് ഒരു കച്ചവടം നടക്കണ കേസാണ്. ഉണ്ടോ? 65 ഏത് കൂന്ന് പറയുള്ളൂ. ഇതൊക്കെ ചില കൊണ്ടിട്ടാ 60 ദിവസം കഴിഞ്ഞിട്ട് 2.5 ലക്ഷം ഉറുപ്പിട്ടുള്ള ആ തൊപ്പി രോമൊക്കെ പോവാ ചളി കൂടി. ഇത് 60 170 കിലോ അല്ലേ? ഒരു പുടി എന്ന് പറയരുത്, അതിന്റെ കണക്ക് പറയും. ഉണ്ടോ? ഉണ്ടോ? തരും, എനിക്ക് തരും. 47 അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ശരി, അത് ഞാൻ സംഭവിച്ചു. ചേട്ടപ്പ 27 രൂപ അല്ലേ? എങ്ങനെ കണക്കൂട്ടിക്കോളൂ. സ്കൂൾ പോയിട്ടില്ലേ? അപ്പൊ കണക്കില്ലല്ല. സ്കൂളിൽ പോകാൻ സമയം കിട്ടിയില്ലല്ലോ. കാക്കാൻ്റെ കുട്ടിക്ക് ഒരു പൂതിണ്ട്. ചെരുപ്പ് ചെരുപ്പ് ഒന്നും പറയണ്ട. 62 രൂപ ഇപ്പൊ എന്റെ കാര്യത്തിൽ. ഇപ്പൊ എനിക്ക് ആണെങ്കിൽ ഞാൻ അത് പഞ്ചമാറിയാണ്. 80,000 രൂപ എടുത്ത് വാങ്ങിയതാ. ഇതതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്റെ അടുത്തുണ്ടെങ്കിൽ കച്ചവടം കഴിഞ്ഞു. സ്വകാര്യം പറഞ്ഞു. സ്വകാര്യം ഞാൻ ഒരേ കച്ചി കൊടുത്തു വാങ്ങണില്ല. വളരണ പോത്തൊന്നും അല്ല, വളരൂല. അത് ഈ കയറത് കുടിച്ച